മറ്റ് സംസ്ഥാനത്ത് 10 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്ന ചിലവ് ഇവിടെ 1 കിലോമീറ്റർ വരുമ്പോൾ എടുക്കും. കാരണം പാലം, തോട് ഇതെല്ലാം വളരെ കൂടുതലാണ്. കാനഡയൊക്കെ പറയുകയാണ് നമ്പർ കൂടുകയാണ്, അട്ടി അടിക്കിയതുപോലെ കുട്ടികൾ വന്ന് ഇങ്ങനെ ഓരോരുത്തടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ആ ഒരു അപകടം അതിലില്ലേ? ഏഷ്യൻസിനെ കൊണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് അവർ ഡിപ്പെൻഡൻറ്റ് വിസ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. ഇനി പതിയെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി പല രാജ്യങ്ങളും. നല്ലത് കാണുമ്പോൾ എന്താ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ എൻ്റെ വീട്ടിലും ഇങ്ങനെ വേണം, മറ്റൊരു നാട് കാണുമ്പോൾ എൻ്റെ നാട്ടിലും ഇങ്ങനെ വേണമെന്ന് ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പലതും. ചിന്താഗതിയിൽ ചെറിയ മോഡറേഷനൊക്കെ വരുത്തിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നാണ് ഞാനും ഇതിനെ വിലയിരുത്തുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഈ ഞാൻ നിനക്ക് വേണ്ടതിലധികം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്ന് പേരൻസോ ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ ഒക്കെ പറയാം. നമസ്കാരം. വികസിതവും കരുത്തുറ്റതുമായ ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് സിവിൽ സർവൻസിന്റെ പങ്കാളിത്തം വലുതാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു പാലമാണ് സിവിൽ സർവൻസ്. അടൽ ബിഹാരി വാജ്പേയി. രാഷ്ട്ര നിർമ്മാണത്തിൽ സിവിൽ സർവീസുകാർക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ചാണ് രണ്ട് മുൻ പ്രധാനമന്ത്രിമാരും പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്കും പൊതുജനങ്ങളുടെ നന്മയ്ക്കും ഇത്രയേറെ സഹായിക്കുന്ന സിവിൽ സർവീസ് പോലെയുള്ള ജോലി സാധ്യതകൾ ഉപേക്ഷിച്ച് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്നു? ഇത്തരം കുടിയേറ്റം ആശാവഹമോ? സാധാരണക്കാർക്ക് സിവിൽ സർവീസ് സ്വപ്നം പ്രാപ്യമോ? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം വാല്യൂ പ്ലസിലുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ കമ്മീഷണറായ ജ്യോതിസ് മോഹനാണ്. സർ, വെൽക്കം ടു വാല്യൂ പ്ലസ്. താങ്ക് യു. ഇന്ന് നമ്മുടെ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ MLA കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഉണ്ട്. അപ്പൊ ആ നോട്ടീസിൽ പറയുന്നത് കേരളം എന്ന് പറയുന്നത് യുവാക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടമായി കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നാണ് കുട്ടികളുടെ ആഗ്രഹം എന്നൊരു പ്രമേയമായിരുന്നു ആ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സത്യമാണോ? കേരളം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടതൊന്നും കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിന് മറുപടി പറഞ്ഞത് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്, ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്നവരുടെ 4% മാത്രമേ കേരളത്തിലുള്ളൂ എന്നൊക്കെയാണ്. ശരിക്കും എന്താണ് ഈ കാര്യത്തിൽ നടക്കുന്നത്? ശരിക്കും എനിക്ക് തോന്നുന്നത് അതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, യങ് ജനറേഷൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് കുറച്ച് വ്യത്യാസമാണ്. ഈ സൊസൈറ്റിയിൽ ഒരു പക്ഷേ ഇതിപ്പം സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ മാത്രമല്ല നോക്കുന്നത്. ഇപ്പോൾ പുറത്തേക്കുള്ള അവിടെ കുറേ കൂടെ കിട്ടുന്ന ഫ്രീഡം, അവിടെ ഉള്ള സാധ്യതകൾ, അത് ഒരുപക്ഷെ അവരിവിടെ കാണുന്നുണ്ടായിരിക്കില്ല. പിന്നെ പഴയ പോലെ അല്ലല്ലോ, കുറച്ച് ചിന്തയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇവിടുത്തെ രീതികൾക്ക് ഇതിനെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മളെപ്പോഴും സംസാരിക്കാറുള്ള കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ റോഡ് ഉണ്ടാക്കാൻ ഇവിടെ എളുപ്പമല്ല. കാരണം ഇവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ പാറ്റേൺ അനുസരിച്ച് മറ്റ് സംസ്ഥാനത്ത് 10 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്ന ചിലവ് ഇവിടെ 1 കിലോമീറ്റർ വരുമ്പോൾ എടുക്കും. കാരണം പാലം, തോട് ഇതെല്ലാം വളരെ കൂടുതലാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് ഇൻഡസ്ട്രീസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ബേസിക് റിസോഴ്സസ് അയണോർ അങ്ങനെയൊന്നും നമുക്കിവിടെ ഇല്ല. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നമുക്കിവിടെ കൃഷി ചെയ്യാൻ നല്ല മണ്ണാണ്, പക്ഷെ നമ്മുടെ ആൾക്കാർ മടിയാണ്, ഇവിടെ എല്ലാം പുറത്തുനിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇവിടെ സർവീസ് സെക്ടറിലാണ് കൂടുതൽ ആൾക്കാർ. കാരണം നമ്മുടെ ഇവിടെ ഒരു ഡെയിലി വേജ് അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം കുറേ കൂടെ ആൾക്കാർ അംബീഷ്യസ് ആണ്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ 70% മേളിലുള്ള ഒരു സംസ്ഥാനമാണ്. കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കൊടുക്കും. സ്വാഭാവികമായിട്ടും അവർ കൃഷി ഇതിനേക്കാളും ഒക്കെ മികച്ച ഒരു ജോലിയാണ് അവർ മനസ്സിൽ സ്വപ്നം കാണുക. അത്തരം സാധ്യതകൾ കുറച്ചുകൂടെ കാണുക വെളിയിലാണ്. പിന്നെ ഇവിടുത്തെ നെഗറ്റീവ്സ് മാത്രം നോക്കിയിട്ട് അതിനെ പഴിക്കുക എന്നുള്ള ഒരു രീതി എനിക്കതിനോട് താല്പര്യം തോന്നുന്നില്ല. ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവർ വെളിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള സാധ്യതകൾ പക്ഷേ കുറച്ചുകൂടെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ. ഇപ്പം ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോൾ ഒരുപക്ഷെ എന്നെ ഇവിടെ ക്രിസ്ത്യനെ ഇന്നിപ്പോൾ വിളിച്ചതും അതാണ്. നമ്മൾ ഈ സിവിൽ സർവീസ് പോലുള്ള സർക്കാർ ജോലി സാധ്യതകളെക്കുറിച്ച് നമ്മൾ യങ് ജനറേഷന്, കാരണം വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി അത് എത്തിപ്പെടാൻ പറ്റാത്തതാണെന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് നമുക്ക് പറ്റിയതല്ല. അപ്പോൾ പിന്നെ എളുപ്പ വഴി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സാവുക, അങ്ങനെ എന്തെങ്കിലും ഒന്നാക്കി അതിലേറ്റവും സാധ്യത സ്വാഭാവികമായിട്ട് ഇത് ഇവിടെ ആയിരിക്കത്തില്ല. IT ആണെങ്കിൽ വെളിയിലായിരിക്കും സാധ്യത കൂടുതൽ, എൻജിനീയറിങ്ങിന് വെളിയിലായിരിക്കും സാധ്യത കൂടുതൽ. കാരണം പെട്ടെന്നുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക മെച്ചം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഫ്രീഡവും സൊസൈറ്റിയിലുള്ള റെസ്ട്രിക്ഷനൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് വെളിയിൽ. ഇതെല്ലാം കൂടെ ചേർന്നാണ് യങ് ജനറേഷനെ പുറത്തേക്ക് പോകാനായിട്ട് ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ അവരെ താല്പര്യം അത് കൂടുതൽ കണ്ടാൽ സാധ്യത ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
പക്ഷെ ഇതിൽ ഒരു അപകടമുള്ളത്, പണ്ട് നമ്മൾ ഇതുപോലെ വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എണ്ണം വളരെ കുറവായിരുന്നു. അതിലൊരു വിഭാഗം വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, മെറിറ്റിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി ഹാർവാർഡ് പോലെയുള്ള അല്ലെങ്കിൽ കേംബ്രിഡ്ജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു. രണ്ട്, വീട്ടിൽ അമിതമായ ധനമുള്ളവർ അത് വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് എഡീഷൻ ആണെന്നുള്ള രീതിയിൽ പോയിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. സാധാരണക്കാരനും വിറ്റുപെറുക്കിയും കടമെടുത്തും ഒക്കെയാണ് പോകുന്നത്. പത്തനംതിട്ടയിലെ ഒരു സ്കൂളിൽ നിന്ന് ഞാൻ ഈയിടെ വായിച്ചതാണ്, ഒരു ക്ലാസ്സിൽ +2 പഠിച്ച 60% കുട്ടികൾ കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. അപ്പൊ ഇവർ പോകുന്ന യൂണിവേഴ്സിറ്റികൾ ഏതാണ്? ഈ പഠിക്കുന്ന കോഴ്സുകളൊക്കെ ജോലി സാധ്യത ഉള്ളതാണോ? ഈ പോകുന്ന രാജ്യങ്ങളിൽ ഇവരെ ആഗിരണം ചെയ്യാൻ ഈ രാജ്യങ്ങൾക്ക് ത്രാണിയുണ്ടോ? കാരണം ഇപ്പൊ കാനഡയൊക്കെ പറയുകയാണ്, നമ്പർ കൂടുകയാണ്, അടിക്കിയതുപോലെ കുട്ടികൾ വന്ന് ഇങ്ങനെ ഓരോരുത്തടുത്ത് താമസിക്കുകയാണ്. അപ്പൊ ആ ഒരു അപകടം അതിലില്ലേ? ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, UK, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ഈ ഒരു പെട്ടെന്ന് ആൾക്കാർ അങ്ങോട്ട് അട്രാക്റ്റഡ് ആകുന്നതിൻ്റെ കാര്യം, കുറച്ച് പേര് പോയി പെട്ടെന്ന് അങ്ങനെ ഒരു ഒപ്പീനിയൻ വരുന്നു. ഇതിനകത്ത് ആദ്യം പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്. പണ്ടുള്ളവർ പോയിരുന്നത് 2 രീതിയിലായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞ സാധാരണ ഈ എക്സ്റേ ബിൽഡിങ്ങും അതുമൊക്കെ പഠിച്ച് പോകുന്നവർ, നേഴ്സിംഗ് പഠിച്ച് പോകുന്നവർ, ഇവർ കൂടുതലും ഗൾഫിലേക്കാണ് പോയിരുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നൊരു കാറ്റഗറി വേറെ ആയിരുന്നു. ഇപ്പോൾ ഉള്ളവർ അങ്ങനെയല്ല പോകുന്നത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ പോയ ഒരു പ്രവാസി മലയാളിയായി നിന്ന് കുറച്ചു കാലം കഴിയുമ്പം തൻ്റെ കുടുംബത്തിന് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കി തിരിച്ച് നാട്ടിൽ വന്ന് ചെറിയൊരു സംരംഭം തുടങ്ങുമോ, ബിസിനസ് തുടങ്ങുമോ, എന്താണെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു പോയിരുന്നത്. അതൊരു അപകടമായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നവർ കംപ്ലീറ്റ് അവിടെ സെറ്റിൽ ആവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഹയർ സ്റ്റഡീസിന് പോയിരുന്നവർ അത് പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഈ നാട്ടിലും കൂടെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പോയിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടത്തെക്കാളും സാധ്യതകൾ അവിടെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യാം. വിസിറ്റിംഗ് വിസയിൽ പോയി, പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി, അങ്ങനെ. അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ അവർ നിർത്തുകയെന്ന് തോന്നുന്നു. ഈ ഡിപ്പെൻഡൻറ്റ് വിസയായിട്ടൊക്കെ പോയിരുന്നു. വിവാഹം പോലും അതിൻ്റെ ബേസിൽ കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായിട്ട് അതൊരു ട്രെൻഡായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. അത് ഒരുപക്ഷെ ഇവിടെ സാധ്യതകൾ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രൊപ്പഗാൻഡയും കൂടെ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ ഈയിടെ കിട്ടുന്ന ഏറ്റവും കൂടുതൽ കോൾ വരുന്നത്, പൈസ കൊടുത്തു ഏജൻസിക്ക്, തിരിച്ച് കിട്ടുന്നില്ല, ഏജൻസിയെ കാണാനില്ല, അതും 5-10 ലക്ഷം രൂപ പലരുടെയും. അപ്പം എല്ലാവരും ഇതിലേക്ക് ഇങ്ങനെ കൂട്ടം കൂടി അങ്ങ് പോയിട്ട് സംഭവിച്ചതാണത്. ചില ഏജൻസീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഈ ഡിമാൻഡ് വന്നതനുസരിച്ച് അവർ പൈസ എല്ലാവരുടെയും നിന്നും കളക്ട് ചെയ്തു. ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങനെ എൻ്റെ കറക്റ്റായില്ല. ചിലത് ഫ്രോഡുണ്ട്, ചിലതങ്ങനെ സംഭവിച്ചു പോയവരുണ്ട്. അപ്പോൾ ഇവരൊന്നും ഒരു കൃത്യമായ ഒരു രൂപമില്ലാണ്ടാണ് പോകുന്ന കുട്ടികളും. ഈവൻ പേരൻസിന് പോലും അതിനെപ്പറ്റി ഐഡിയ ഇല്ല. പോയി കഴിഞ്ഞാൽ അവിടെ, അതായത് ഒരു ഗ്യാമ്പിളിങ് പോലെയാണ്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചൊരു പോക്കാണ്. ഹയർ സ്റ്റഡീസോ ജോലിയോ ഇതൊന്നും ഒരു ഫിക്സ്ഡ് ഗോളായിട്ടല്ല അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു 50% രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ഇനി അങ്ങോട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞേ വരുള്ളൂ. കാരണം ആ രാജ്യങ്ങളൊക്കെ അലേർട്ടായി. പലയിടത്തും ഏഷ്യൻസിനെ കൊണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് അവർ ഡിപ്പെൻഡൻറ്റ് വിസ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. ഇനി പതിയെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി പല രാജ്യങ്ങളും. അവരുടെ സിറ്റിസൺ ദേ വിൽ ബി പ്രിഫേർഡ്. പുറത്തുള്ള ആൾക്കാർക്ക് സെക്കൻഡ് പ്രിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ അതൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇനി വരുന്ന കുട്ടികൾ. കാരണം അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒഴുക്ക് എപ്പോഴേലും ഒന്ന് സ്റ്റോപ്പാകുമ്പം കൊളാറ്ററൽ ഡാമേജസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇങ്ങനെ കുറേ ഫ്രോഡ് വരാം, കുറേ ആൾക്കാർക്ക് കിട്ടാതെ പോകാം, കുറേ ആളുടെ പൈസ നഷ്ടപ്പെടാം. അപ്പം അതൊക്കെ ഇപ്പോഴേ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നന്നായിരിക്കും. ഈ ന്യൂജൻ കുടിയേറ്റത്തിന് പിന്നിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു OTT ജനറേറ്റഡ് ട്രെൻഡ് ഉണ്ടോ എന്ന്. കാരണം നമ്മൾ ഈ OTTകളിൽ ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ കാണുന്ന പല സീരീസുകളിലും ഒക്കെ വിദേശ രാജ്യങ്ങളിലെ പ്രകൃതി ഭംഗിയായാലും ഈ പറയുന്നത് പോലെ അവിടെ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണെങ്കിലും അവിടുത്തെ ക്യാമ്പസുകളാണെങ്കിലും ഇതൊക്കെ കണ്ട് ദൂരെ ഇരുന്ന് അത് കണ്ട് ആകൃഷ്ടരായിട്ട് പോകുന്നവരാണ്. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവർക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യാൻ കരുത്തുള്ളതാണോ? ആ കരുത്തുള്ളതായിട്ടും നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നുണ്ടോ? അങ്ങനെ പോകുന്നതിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർക്ക് ഇവിടെ തന്നെ വിദ്യാഭ്യാസം ചെയ്ത് വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാടിനും വേണ്ട കോൺട്രിബ്യൂഷൻ കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവിടുത്തെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് വെളിയിൽ പോവുക. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സസ് അല്ലെങ്കിൽ മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ളതിനൊക്കെ പണ്ടത് നോർമലായിരുന്നു. MS ഒക്കെ പുറത്തു പോയി ചെയ്യുക. കാരണം പക്ഷേ ഇന്ന്
അതിൻ്റെ ആവശ്യമില്ല. അത് നേരത്തെ പറഞ്ഞാൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടും കൂടെ കണ്ടു. ഞാൻ UK എന്നാണ് ചെയ്തത്, അങ്ങനെ പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. ശരിക്കും നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജസും നമ്മളുടെ ഇവിടെയുള്ള ഫെസിലിറ്റിയും ഒക്കെ വളരെ അഡ്വാൻസ് ചെയ്തു. ഇവിടെ വേണമെങ്കിലും അത് ചെയ്യാവുന്നതുള്ളൂ. ഇനി അങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് പോയി അതൊക്കെ ചെയ്തു തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നതിന് അതിന് ഒരു മോശമില്ല, നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പുറത്ത് പോയി പലപ്പോഴും നമ്മളൊക്കെ സംഭവിക്കുന്നത്, നമ്മൾ വെളിയിൽ പോയി പലതും കാണുമ്പം നമുക്ക് ആദ്യം തോന്നുന്നത് എന്താ, ശോ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഇങ്ങനെ വേണം. നമ്മൾ പുറത്ത് പോയി നല്ലത് കാണുമ്പോൾ എന്താ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ എൻ്റെ വീട്ടിലും ഇങ്ങനെ വേണം, മറ്റൊരു നാട് കാണുമ്പോൾ എൻ്റെ നാട്ടിലും ഇങ്ങനെ വേണമെന്ന് ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പലതും. ഇപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വന്നു. പണ്ടൊക്കെ നമുക്ക് ഫോറിനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമ്പോഴാണ് വല്ല ചോക്ലേറ്റുകളൊക്കെ, ഇന്നൊക്കെ അത് നോർമലി ആയിട്ട് ഇവിടെ അവൈലബിളാണ്. അതൊക്കെ ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള, ആ പ്രവാസികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളവർ ഇതിനെ ഒരു സാധ്യതയായിട്ട് മാത്രം കാണുന്നു. പുറത്തേക്ക് പോവുക, എങ്ങനെയും അവിടെ പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കുക, പിന്നീട് എന്തെന്നുള്ളൊരു ചിന്ത വരുന്നില്ല. പിന്നെ ഈ OTT കൾച്ചർ എന്ന് പറയണത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇപ്പം വെളിയിലെ രാജ്യങ്ങൾ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ഇവിടെ പോലും, ഞാനൊക്കെ എൻ്റെ നാട് പെരിങ്ങളം എന്ന് പറയുന്നൊരു ഗ്രാമം, അവിടെയുള്ള കൊച്ചു കൊച്ചു വാട്ടർഫോൾസും വ്യൂ പോയിൻറ്റും വരെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായി. ആ സമയത്താണ് ആൾക്കാർ വേറെ ചോയ്സ് ഇല്ലാതെ വന്നപ്പം സ്വന്തം നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അത് സ്വാഭാവികമായിട്ടും പലയിടത്ത് വൈറലായി. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒത്തിരി വാട്ടർഫോൾസും വ്യൂ പോയിൻറ്റ്സും അവിടെ ആക്റ്റീവായി. എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസോ OTT കൾച്ചറോ വിദേശ രാജ്യങ്ങളെ മാത്രമല്ല പ്രൊജക്റ്റ് ചെയ്തതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെയും ഉണ്ട് ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളും സാധ്യതകളും ഒക്കെ. പിന്നെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം, ഹബ്ബ്, അങ്ങനത്തെ കൾച്ചർ, ആ സാധനം നമ്മുടെ ഇവിടെ കുറച്ച് റെസ്ട്രിക്റ്റാണ്. നമ്മുടെ സൊസൈറ്റി അത്രയങ്ങ് മോഡേൺ അല്ല ഇപ്പോഴും. കാര്യം നമ്മൾ ലിറ്ററേറ്റാണ്, എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാലും പെൺകുട്ടികളുടെ പോലും ഈ പറഞ്ഞ സ്വാതന്ത്ര്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ ഒരു കട്ടൈൽഡ് ഫ്രീഡം എന്ന് ഞാൻ ഒരു പക്ഷേ പറയും. എത്ര പറഞ്ഞാലും നമ്മളിതൊക്കെ സംസാരിക്കുമ്പോഴും നമ്മുടെ പേരൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ കുറച്ച് ഇപ്പോൾ 6 മണിക്ക് ശേഷം അങ്ങനെയൊന്നും പുറത്തിറങ്ങിക്കൂടാ, അല്ലെ ഡ്രസ്സിങ്ങിന്. അപ്പം ആ ഒരു ഫ്രീഡം യങ് ജനറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറേ കൂടെ പുറത്ത് വളരെ സജീവമായിട്ടുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ. അതർവൈസ് OTT കൾച്ചറുടെ ഇൻഫ്ലുവൻസ് ഇതിലുണ്ടോ എന്ന് അത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അത് എല്ലാത്തിലും അതിവിടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിനനുബന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ പലപ്പോഴും ഇപ്പം മാതാപിതാക്കളാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും ഒക്കെ ഒരു സംസാരം വരുമ്പോൾ ചിലപ്പോൾ നിനക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുണ്ട്, അപ്പൊ ഈ സ്വാതന്ത്ര്യം ഒരാൾ തന്നിട്ട് വേണോ എടുക്കാൻ എന്നുള്ളത്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ മാറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിന്നാൽ തന്നെ എല്ലാം ഈ പറയുന്ന ലിബറേറ്റഡ് ചിന്താഗതിയും നമ്മുടെ നാട്ടിലുണ്ട് എന്നൊരു തോന്നൽ വരില്ലേ? അപ്പൊ ആ രീതിയിലൊരു മനോഭാവത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ടോ? നമ്മുടെ ചിന്താഗതിയിൽ ചെറിയ മോഡറേഷനൊക്കെ വരുത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാനും ഇതിനെ വിലയിരുത്തുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഈ ഞാൻ നിനക്ക് വേണ്ടതിലധികം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്ന് പേരൻസോ ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടൊക്കെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ് പലതിനെയും. അതൊന്ന് കുറച്ചുകൂടി ഒന്ന് റിലീസ് ചെയ്ത് വിട്ടാൽ, കുട്ടികളോടാണെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ലിബറലായാൽ അവർക്ക് ഇവിടെയുള്ള സാധ്യതകളെക്കുറിച്ച്, ഇപ്പം ഇന്നത് പഠിക്കണോ, അല്ലെങ്കിൽ ഇന്ന വഴി പോകണം, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഞാനും ഇന്നതാണ്, അതുകൊണ്ട് എൻ്റെ മോനും മോളും അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി, ഇപ്പോൾ 3 Idiots സിനിമയൊക്കെ തരുന്നൊരു മെസ്സേജ് പോലെ അവനവൻ്റെ പാഷനും അവനവൻ്റെ ഇഷ്ടവും ഫോളോ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കുറച്ചുകൂടെ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് സംസാരിക്കുമെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 10 ഓപ്ഷൻ മുമ്പിൽ വെച്ച് കൊടുത്താൽ. വെളിയിലുള്ള വിദ്യാഭ്യാസ രീതിയും അതാണ് ആ വ്യത്യാസം. നമ്മുടെ ഇവിടെ +2 വരെ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഒന്ന് 10th വരെ പോകും, അത് കഴിഞ്ഞ് ഏതെങ്കിലും സ്ട്രീം എടുക്കും, +2 കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രാജുവേഷൻ, അതിപ്പോൾ 3 എന്നുള്ളത് 4 വർഷമാക്കി കൂട്ടി എന്നുള്ളത് ഒഴിച്ചാൽ എന്നും ആ സിലബസും അതിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെമസ്റ്റർ എക്സാമും അല്ലാതെ പുറത്ത് വേറൊരു എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ കൊടുക്കുന്നില്ല. ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ BCom പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ BCom പഠിക്കുന്ന ഒരാളെ യഥാർത്ഥത്തിൽ ഷെയർ മാർക്കറ്റ് എന്താണ്, യഥാർത്ഥത്തിൽ സെയിൽസ് എന്താണെന്ന് പഠിക്കുന്ന കാലത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമുക്കിവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ചുകൂടെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ ഇവിടുത്തെ ആ ഒരു കരിക്കുലം ഫോർമേഷനും പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡും സൊസൈറ്റിയുടെ ഒരു ഇതും കുറച്ചൊന്ന് മോഡറേറ്റ് ചെയ്താൽ, എന്നൊന്ന് മാറ്റം വരുത്തിയാൽ ഈ പറയുന്ന കുട്ടികളുടെ ആ ഒരു ഒഴുക്ക് നേരെ തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രീതിയിൽ വരേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ ആണല്ലോ പറഞ്ഞത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, സമരങ്ങളും അടിപിടികളും ക്രൈമുകളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ റേറ്റിംഗുമാണ്, കാരണം അത്രയും ഡിമാൻഡ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ
അവനവന്റെ സാമ്പത്തിക കാര്യങ്ങൾ, അവനവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവനവന്റെ ജീവിത മൂല്യം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്കുള്ള ഒരു ആവശ്യ ബോധമില്ലായ്മ, അതായത് ഇതാണോ നമ്മൾ കാണേണ്ടത്, ഇതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതോ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഒരു കാര്യവും ഇല്ലാത്ത ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് തിരിയുന്ന ഒരു രീതിയില്ലേ? അപ്പൊ ആ രീതിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ പറയുന്നത് പോലെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന, നമ്മുടെ ജീവിത മൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളൊന്ന് മാറണ്ടേ? അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവും ആയി ചിന്തിച്ചുകൂടെ, പ്രവർത്തിച്ചുകൂടെ എന്നുള്ളതാണ്. കറക്റ്റാണ് ഈ പറഞ്ഞത്. അതായത് ഈ ചോദ്യത്തിന് എപ്പോഴും വരുന്നൊരു സംഗതിയാണ്, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായതെന്ന പോലെയാണ് മീഡിയ, പത്രം. നമ്മൾ ചോദിക്കും എന്തിനാണ് നമ്മുടെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ, നമ്മുടെ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ന്യൂസ് പ്രൊജക്റ്റ് ചെയ്യുന്നു. എന്താണോ സൊസൈറ്റി ആവശ്യപ്പെടുന്നത് അതല്ലേ കൊടുക്കൂ. അപ്പോൾ ഇത് ആദ്യം ഏതാണ്, ആവശ്യപ്പെടുന്നവരാണോ മാറേണ്ടത്, കൊടുക്കുന്നവരാണോ മാറേണ്ടതെന്ന് കൃത്യമായ ഒരു ഉത്തരവില്ല. അതാണ് കറക്റ്റായ. അപ്പം ആ ചിന്താഗതി ഇപ്പം നമ്മളിവിടെ എന്നാന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇതിലൊന്നും ഞാൻ വ്യത്യസ്തനല്ല, നമ്മൾ ഉൾപ്പെടെ. ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും ഫ്ലാറ്റിൻ്റെ 12ാം നിലയിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളിടത്ത് വെള്ളം ഉണ്ടായതും മണ്ണിടിഞ്ഞതും നമ്മൾ വളരെ കപ്പലണ്ടിയും കുറച്ചിരുന്ന് കാണുന്നിടത്ത് നമുക്കതൊരു വാർത്ത മാത്രമാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ നെഗറ്റിവിറ്റി ഉള്ളൂ. നമുക്കെല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ അടിയും പിടിയും ഒക്കെ കാണുന്നത് ഒരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടിയാണ് നമ്മൾ ന്യൂസിനെ നോക്കിക്കാണുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ തലങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും പൊതുവായിട്ടുള്ള ഈ ആരോപണ പ്രത്യാരോപണം നമ്മുടെ ഇവിടെ ഒരു പ്രത്യേക ഒരു ഹോബിയാണ്. ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ ഉള്ളൊരു സ്റ്റേറ്റാണിത്. നമ്മൾ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ സൂയിസൈഡ് റേറ്റ് കൂടുതലാണ്, ക്രൈം റേറ്റ് കൂടുതലാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഞാനൊക്കെ 9ാം ക്ലാസ് UP-യിൽ പഠിച്ചതാണ്. അപ്പോൾ അന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ എന്ന്, ഇവിടെ എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ എന്ന്. ഇവിടെയൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്രയും നല്ല രീതിയിലാണ്. അവിടെ നിന്ന് നമുക്ക് അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അപ്പം പക്ഷേ എന്നാലും ഇവിടെ ക്രൈം റേറ്റ് കൂടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരാളൊന്ന് തട്ടിയിട്ട് നടക്കുന്ന വഴി തട്ടിയാലും ചിലപ്പോൾ കേസാവും. അപ്പം അത് ഒരു ക്രൈമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. അവിടെ ചിലപ്പം ഒരു മർഡറൊക്കെ ആയിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. സാധാരണ അടിപിടിയോ മറ്റൊരാളിലേക്കുള്ള എൻക്രോച്ച്മെൻറ്റോ ഒന്നും അവിടെ നോർമൽ ലെവൽ, അതൊക്കെ അവിടെ പഞ്ചായത്ത് ലെവലിലൊക്കെ പറഞ്ഞു തീർക്കുമായിരിക്കും. സോ ക്രൈം ഈസ് റിപ്പോർട്ടഡ് മോർ. അത് ശരിക്കും എഡ്യൂക്കേഷൻ്റെയും ലിറ്ററസിയുടെയും ഒരു പോസിറ്റീവ് എഫക്റ്റാണ് ക്രൈം റേറ്റ് കൂടുന്നു എന്നുള്ളത്. പക്ഷേ അവർ ചിലരെങ്കിലും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം ക്രൈം റേറ്റ് കൂടുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് കൂടുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അംബീഷ്യസ് ആകുമ്പോഴും കൂടുതൽ ഈ സോഷ്യൽ പ്രഷർ എടുക്കുമ്പോഴാണ് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. പോസിറ്റീവാണെന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ചൊന്ന് തിരുത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആൾക്കാരുടെ ഒരു ചിന്താഗതി ഒന്ന് മാറ്റിയാൽ മതി. മറ്റുള്ളവരുമായിട്ടല്ല നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ പോളിഷ് ചെയ്യാം, നമുക്കുള്ള നെഗറ്റീവ്സ് ഒന്ന് തിരുത്താം. അതിന് പകരം ഇവിടെ എല്ലാവരും മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് കൂടുതൽ നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ എന്തിനും ഈ ലിറ്റിഗേഷനിലേക്ക് പോകുന്നൊരു സ്വഭാവമുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് മാറ്റി കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവായിട്ട് എനിക്കെന്ത് ചെയ്യാം, എന്നിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് അത്ര പോരാ, അതൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരും അറിയണ്ടല്ലോ. ഇപ്പോൾ ഇഷ്ടം പോലെ ഓൺലൈൻ കോഴ്സും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ഊഷ്മളമാക്കാം. അപ്പോൾ അതിന് ഞാനൊരു ഡിസിഷൻ എടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് സൊസൈറ്റിയിലേക്കും, അത് പതുക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കൺട്രിയിലേക്കും വരും. നമ്മുടെ പൊളിറ്റിക്കൽ കൺസെപ്റ്റ് നേരെ തിരിച്ചാണ്. ഒരു രാഷ്ട്രീയം നന്നായിട്ട് ആ രാഷ്ട്രീയ പ്രത്യാശയം ആ നാടിനെ നന്നാക്കുന്നു, ആ നാട് നന്നാവുന്നതിലൂടെ ആ കുടുംബങ്ങളും വ്യക്തികളും നന്നാവുന്ന, ഇത് റിവേഴ്സ് ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് പണ്ട് കാലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം വർണ്ണാശ്രമ ധർമ്മം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം മാറി ആർക്കും എന്ത് ജോലിയും എന്തും പ്രാപ്യമാണെന്ന് വന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ചില ഇൻഹിബിഷൻസ് കിടപ്പുണ്ട്. ഇപ്പൊ സിവിൽ സർവീസ് അല്ലെങ്കിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് സാധാരണക്കാർക്ക് പറ്റില്ല എന്നൊരു ചിന്ത ഇപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ ഈ അടുത്തിടെ വളരെ സമർത്ഥനായ ഒരു കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു, ഇവനെ എന്തുകൊണ്ട് സിവിൽ സർവീസിന് വിട്ടുകൂടാ, അവൻ അങ്ങനെ ഒരു താല്പര്യമുണ്ടല്ലോ. ഇതൊന്നും നമ്മുടെ കുക്കിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഓരോ സാധാരണക്കാരനും ചിന്തിക്കുന്ന അങ്ങനെയാണ്. കുട്ടി സമർത്ഥനാണെങ്കിൽ പോലും ഇത് സാധാരണക്കാരന് പറ്റാത്ത എന്തോ ആണെന്ന്. അങ്ങനെ അപ്രാപ്യതയുണ്ടോ സിവിൽ സർവീസിന്? ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പേരൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരു അവയർനെസ് ഇല്ലായ്മയാണ് പലപ്പോഴും അത്. എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഇവിടെ കുറേ കോച്ചിങ് സെൻറ്ററും കാര്യങ്ങളും അവരുടെ പരസ്യങ്ങളും ഒഴിച്ചാൽ ഇതിനെക്കുറിച്ചൊരു സാർവത്രികമായ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസ് വരുന്നത് UP, ബീഹാർ, രാജസ്ഥാൻ പോലെയുള്ള സോ കോൾഡ് ബാക്ക്വേർഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്.
അവിടെ സാധാരണ കൃഷിക്കാരൻ്റെയും സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരൻ്റെയും മക്കളാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുന്നില്ല, ഇവിടെ ലിറ്ററസിയും കൂടുതലാണ്, എഡ്യൂക്കേഷനും കൂടുതലാണ്, പക്ഷേ നമ്മുടെ കുട്ടികളെ ഈ ഒരു വഴിക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അടിസ്ഥാനമായ, കാരണം പേരൻസ് ആണല്ലോ ഇതിനൊരു അടിത്തറ ഇട്ട് കൊടുക്കുക. പേരൻസ് എപ്പോഴും ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതൽ നേഴ്സിങ്ങിനാണ് കുട്ടികളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ ബേസിക് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങണമെങ്കിൽ അറിയാമല്ലോ, എങ്ങനെ പോയാലും ഒരു 5-6 ലക്ഷം രൂപ ചിലവാണ്. അതും നല്ല കോളേജൊക്കെ പുറത്താണ്. അവരുടെ ഹോസ്റ്റൽ ഫീ അതും ഇതുമെല്ലാം ചേർത്ത് ഇത് പലപ്പോഴും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടും ഒത്തിരി അവിടുന്ന് ഇവിടുന്ന് വാരിപ്പെറുക്കി നുള്ളിപ്പെറുക്കി എടുത്തിട്ടാണ് ഈ കുട്ടികളെ വിടുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, അയ്യോ ഗവൺമെൻറ് ജോലിക്ക് പഠിച്ചാൽ കിട്ടുമെന്ന് തന്നെ ഉറപ്പ്, കിട്ടിയില്ല എന്ത് ചെയ്യും? ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഞാൻ പാലാ കോളേജുമായിട്ട് ബന്ധപ്പെട്ട്, സെൻറ് തോമസ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തിൽ നിന്ന് മാത്രം പഠിച്ചതാണ്. ഞങ്ങളുടെയൊക്കെ കൂടെ അന്നുണ്ടായിരുന്ന ആരും ഒന്ന് വഴിയാധാരമായി പോയിട്ടില്ല. എല്ലാവരും ഒന്നല്ലേ മറ്റൊരു ജോലി കയറിയിട്ടുള്ള ആൾക്കാർ. ഞങ്ങളുടെ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടൈമാണ്. ഞാൻ 4 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് 5 ജോലി കിട്ടി. ഞാൻ LD ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ഇതിൻ്റെയൊക്കെ എക്സാം പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിവിൽ സർവീസ് പാസ്സാവുന്നത്. പണച്ചെലവെന്ന് പറയുന്നത് ആദ്യത്തെ ഒറ്റ വർഷത്തെ ഒരു ചിലവേ ഉള്ളൂ. അതും 2000 രൂപ വെച്ച് വീട്ടിൽ നിന്ന് മേടിക്കുമായിരുന്നു. അന്ന് ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് 9000 റുപ്പീസാണ് ഒരു വർഷത്തെ കോച്ചിങ്ങിൻ്റെ ചിലവ്. എൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ ചിലവ് എല്ലാം കൂടെ ചേർത്ത്, കാരണം +2 വരെ ഞാൻ നവോദയ സ്കൂളിൽ പഠിച്ചു, ഡിഗ്രി പാലാ സെൻറ് തോമസ് കോളേജ് എയ്ഡഡ് കോളേജിൽ പഠിച്ചു. മൊത്തം വിദ്യാഭ്യാസ ചിലവെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ 1 ലക്ഷം രൂപയുടെ താഴെ കാണുള്ളൂ. ഞാൻ LKG മുതൽ ഇന്ന് ഈ സിവിൽ സർവീസിൽ എത്തിയത് വരെയുള്ള കണക്കെടുത്ത് നോക്കുക. ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സാധാരണപ്പെട്ട ഫാമിലിയിൽ അവർക്കൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ, ഗവൺമെൻറ് സർവീസ് പാസ്സാവുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് PSCO നടത്തുന്ന പരീക്ഷകൾ പാസ്സാവുക. അതേ ഓപ്ഷനുള്ളൂ അവർക്ക്. കാരണം അവർക്ക് വേറെ അടിത്തറയില്ല, അതിന് കൊടുക്കാൻ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ അവർക്ക് സ്ഥലമില്ല, അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ പണം സമ്പാദിക്കാനോ സമാഹരിക്കാനോ ഉള്ള വേറെ സോഴ്സ് ഇല്ല. നമ്മുടെ ഇവിടെ അത് ഉണ്ടെന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയത്. എല്ലാവരും പെട്ടെന്ന് ഈ മറ്റ് ജോലി സാധ്യതകൾ കാണുന്നു, അതിനുവേണ്ടി പണം മുടക്കുന്നു. അപ്പോൾ കുട്ടികളും അങ്ങനെ സ്വാഭാവികമായിട്ട് ലേസിയാവും. ഇതിൻ്റെ പൈസയും കൊടുത്ത് സെമസ്റ്റർ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെങ്കിൽ അതല്ലേ എളുപ്പം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഇതിന് അപ്ലൈ ചെയ്യണം, നോക്കിയിരിക്കണം, അതിന് പോകണം, അതിൻ്റെ പല ടയർ ഓഫ് എക്സാം കാണും. അതിന് ഓരോ ദിവസവും ആ പെർസെവറൻസ് കീപ്പ് ചെയ്ത് പേഷ്യൻസ് വെച്ച് പഠിച്ച് എഴുതിക്കൊണ്ടേയിരിക്കണം. ഇതിനകത്ത് നമ്മൾ ഇതിന് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, വളരെ 100-ൽ 1000-ൽ വല്ലപ്പോഴും ചെറിയൊരു ഫ്രോഡ് നടന്നു അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ, അതർവൈസ് നമ്മുടെ ഇവിടുത്തെ PSC UPSC ഒക്കെ വളരെ ഫെയർ ആയിട്ടാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളൊന്നും സിവിൽ സർവീസിൽ ഇരിക്കില്ല. പെരിങ്ങളം പോലുള്ളൊരു ഗ്രാമപ്രദേശത്തു നിന്നുള്ള ഒരാൾ ഞാനിന്ന് ഓൾ ഇന്ത്യ സർവീസിലുണ്ട് എങ്കിൽ UPSC എന്ന് പറയുന്ന ആ സിസ്റ്റം ഇത്ര ഫെയർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കോ എൻ്റെ പേരൻസിനോ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുട്ടികളോടും പേരൻസിനോടും കൺവേ ചെയ്യണമെന്ന്. അത് ഇങ്ങനെ ഒരു അവസരം അത് കിട്ടിയത് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് എത്ര % ഉണ്ടെന്നറിയാമോ? അതായത് നമ്മുടെ ഇവിടുത്തെ ഓരോ വർഷവും വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ഓരോ ജനറേഷനിലും പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ 50 to 70% നമുക്കിവിടെ തന്നെ അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ 24 വാല്യൂ പ്ലസിൽ തന്നെ ഇൻ്റർവ്യൂവിൽ ഇതിന് മുമ്പ് പ്രശാന്ത് സാറ് പോലുള്ള ആൾക്കാർ അന്ന് സാർ അഗ്രികൾച്ചറിനെ കുറിച്ച് സംസാരിച്ചേ, അന്ന് സാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഡിമാൻഡ് നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പം അഗ്രികൾച്ചറിൽ അതാണെങ്കിൽ മറ്റ് സെക്ടറിൽ നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ സർവീസ് സെക്ടർ ഏറ്റവും കൂടുതൽ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. ഇനി കേരളം സെപ്പറേറ്റ് എടുത്ത് ചിന്തിച്ചാൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യ എന്ന് പറയുന്നില്ല, കേരളം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൂറിസം പൊട്ടൻഷ്യൽ ഇവിടുത്തെ സർവീസ് ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യാൻ മാത്രം കുട്ടികൾ ഇവിടെ പഠിച്ചിറങ്ങുന്നില്ല. അതിൻ്റെ പല ഇതുണ്ടല്ലോ. എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും അവിടെ ജോലി ഓപ്ഷനുണ്ട്, MBA കഴിഞ്ഞിറങ്ങിയവർക്കും അവിടെ ഓപ്ഷനുണ്ട്, BCom കഴിഞ്ഞിറങ്ങിയവർക്കും അവിടെ ഓപ്ഷനുണ്ട്. ഇതിനെ ആർക്കാണ് അവിടെ ഇല്ലാത്തത്? അപ്പം നമുക്ക് ഇതിവിടെ ഉണ്ടെങ്കിൽ സംരംഭകരും സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കും. ഇത് പഠിച്ചിറങ്ങുന്ന ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ പറയുന്ന ലെവലിൽ പോലും പണ്ട് ലോവർ ലെവലിൽ ഡെയിലി വേജ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഡെയിലി വർക്കേഴ്സ് ആയിരുന്നു ബംഗാളികളോ പുറത്തുള്ള സംസ്ഥാനത്തു നിന്നുള്ള. ഇപ്പം നമ്മൾ ചെന്ന് നോക്കിക്കേ, മെയിനായിട്ടുള്ള റിസോർട്ടുകൾ എവിടെ ചെന്നാലും മാനേജേഴ്സും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. മലയാളികൾ വളരെ കുറവേ ഉള്ളൂ. ഇതേ ശമ്പളം ഏറെക്കുറെ പുറത്തു പോയി ചേരുന്ന ഇതേ ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരുടെ അവിടുത്തെ സ്പെൻഡിങ്ങും കഴിഞ്ഞ് ഇതിൻ്റെ പകുതി പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിലൊരു റിസോർട്ടിലും മറ്റൊരു മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആവറേജ് 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ സേവിങ് ആയി കിട്ടണ കാനഡയിലോ US ഒക്കെ 5 ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടിയാലേ 1 ലക്ഷം രൂപ സേവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ.
അപ്പം ഞാൻ പറയുന്നത് അതും ഇതുമായിട്ട് എന്താണ് ഡിഫറൻസ്? മാത്രമല്ല കുറേ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകൾ ഒഴിവാക്കിയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. നമ്മുടെ പേരൻസ്, അവരുടെ ഹെൽത്ത് നോക്കാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി, ഒന്നേ അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം, കുട്ടികൾ അവരെ അവിടെ സെറ്റിൽ ചെയ്യണം, ഇവിടെ സെറ്റിൽ ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും, നമ്മളും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി നോക്കിയാൽ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ തുടർന്നുകൂടാ?